നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് ധർമ്മൻ ബാലിനെ ചോദ്യം ചെയ്യണം. എന്താ ബാലേട്ടത്? ബാലേട്ടന് എന്താ ഇങ്ങനെ ഇരിക്കണേ? ദേവിക്ക് എന്താ സംഭവിച്ചേ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. എന്താ അസുഖമാണെങ്കിലും നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാം. അതിന് ബാലേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ വിങ്ങി കരയവാണ്. എന്താ ബാലേട്ടാ? ബാലേട്ടൻ എന്താ കരയണേ? ബാലേട്ടൻ ഇത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ ധർമ്മ, നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. പിന്നെ എന്താ ബാലേട്ടാ? അത് ദേവിയുടെ കുഞ്ഞ് പോയെന്ന് പറഞ്ഞു. കുഞ്ഞു പോയെന്നോ? എങ്ങോട്ട്? പെട്ടെന്നൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ധർമ്മൻ അങ്ങോട്ട് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞ് അബോർട്ടായി പോയെന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോ ധർമ്മൻ വല്ലാതെ ആയപ്പേ. ധർമ്മൻ പെട്ടെന്ന് അവിടെ ഇരിക്കുവാണ്. ധർമ്മന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണല്ലോ. അപ്പോഴേക്കുമാണ് ആകാശും ഹാരനും കൂടെ എങ്ങോട്ടേക്ക് വരുന്നേ. അവര് വന്നു കഴിഞ്ഞപ്പോ ധർമ്മൻ ഇരുന്ന് കരയുന്ന കാഴ്ചയെ കണ്ടേ. പെട്ടെന്ന് രണ്ടുപേരും കൂടെ ഇടവും വലവും ഇരുന്ന് ധർമ്മന്റെ എന്നിട്ട് ആശ്വസിപ്പിക്കുക. ദേ ധർമ്മമാമ ഇങ്ങനെ വിഷമിക്കല്ലേ, ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ശരിയാന്നേ. ദേ ആനന്ദേണ്ണും ശ്രീദേവി അടുത്തേക്കും ഇപ്പൊ നമ്മളാണ് താങ്ങും തണലും ബലമായിട്ട് നിൽക്കണ്ടേ. നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സെന്തായിരിക്കും? അവർക്ക് എത്രമാത്രം സങ്കടമാവും അറിയാവോ? അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലടാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പക്ഷേങ്കില് നമുക്ക് ഇത്ര വിഷമാണെങ്കിൽ അവർക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും? അതാ പറഞ്ഞേ, അവരുടെ മുന്നിലൊന്നും ഒരു കാരണവശാലൊന്നും കരയരുത്. ശ്രീദേവിയുടെ മുന്നിലൊക്കെ പോയി നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവിയുടെ തികയ്ക്ക് അതിനേക്കാളും വലിയ വിഷമാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എടാ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുമ്പോഴത്തേനും ആകാശും ആരനും കൂടെ ധർമ്മനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് ധർമ്മം പറഞ്ഞു, എനിക്ക് ആനന്ദിനെ ശ്രീദേവിനും കാണണമെന്ന് പറഞ്ഞു. ആനന്ദേട്ടൻ പുറത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദിന്റെ അടുത്തേക്ക് ധർമ്മം ചെന്ന് ആനന്ദിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ആനന്ദ് ധർമ്മനെ കെട്ടിപ്പിടിച്ചു കരയാ. മാമ, എന്റെ കുഞ്ഞു പോയി മാമ, ഇനി എനിക്ക് വേറെ ആരുണ്ടെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, നീ എന്തു വർത്താനാടാ ഇങ്ങനെ പറയണേ? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? നിന്റെ ഭാര്യയില്ലേ? ദേവിയില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? എടാ, നീ വിഷമിക്കൊന്നും വേണ്ട. കുഞ്ഞിനെ ഇനിയും നമുക്ക് ദൈവം തരുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെയല്ലേ ധർമ്മന് പറയാൻ പറ്റുള്ളൂ. ഉള്ളില് എത്രമാത്രം വിഷമം ഉണ്ടെങ്കിലും അതൊന്നും പുറമെ കാണിക്കാൻ ധർമ്മന് പറ്റില്ല. അങ്ങനെ അവരും കൂടെ വിഷമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊട്ടും ആനന്ദിന് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാം. പിന്നീട് ധർമ്മൻ ശ്രീദേവിയെ പോയി കാണുന്നുണ്ട്. ശ്രീദേവിയെ കണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശ്രീദേവി ധർമ്മനോട് പറഞ്ഞു, എന്തൊക്കെയായിരുന്നു മാമൻ പറഞ്ഞുകൊണ്ടിരുന്നേ? ഞങ്ങളുടെ കുഞ്ഞിന്റെ കൈ പിടിച്ച് നടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ, എന്നിട്ട് ഇപ്പൊ എന്തായി മാമ? ഒന്നും നടന്നില്ലോ എന്നൊക്കെ പറഞ്ഞു. അത് ദേവി, നീ സങ്കടപ്പെടല്ലേ, നീ വിഷമിക്കാതിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തും ധർമ്മന്റെ നെഞ്ചു പടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സങ്കടം തന്നെയായിരുന്നു ആ കാര്യം ഓർത്തിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിയുടെ അടുത്തേക്ക് മീനു വരുവാണ്. മീനു വന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീദേവിയുടെ മീനു ചോദിച്ചു, എന്താ ശ്രീദേവി അടുത്ത് എന്ത് പറ്റി? ശ്രീദേവി അടുത്ത് എന്താ ഇങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. എനിക്കറിയാം എന്തോ കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ആനന്ദേട്ടൻ വന്നിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ആനന്ദേട്ടൻ വല്ല വഴക്കെന്തേലും പറഞ്ഞോ? ഇനിയിപ്പോ ശ്രീദേവി എടുത്തിട്ട് കുഴപ്പമാന്ന്. അപ്പോഴേക്ക് ശ്രീദേവി ഒന്നും മിണ്ടിയില്ല. സാരമില്ല, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ശ്രീദേവി പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട മീനു, എനിക്ക് മരിച്ചാ മതി എന്ന് പറഞ്ഞു. മരിക്കാനോ? എന്തൊക്കെയാ ദേവടുത്തി പറയണേ? അതെ, എനിക്ക് ജീവിക്കണ്ട. കാരണം വേറൊന്നുമല്ല, ആനന്ദും കൂടെ കൈയൊഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആനന്ദേട്ടന് തന്നെ ഇനി ആവശ്യമില്ല. കാരണം ആനന്ദേട്ടൻ ഇത്രയും കാലം തന്നെ ദേവമംഗലത്ത് നിർത്തിയത് പോലും കുഞ്ഞിനെ ഓർത്ത് മാത്രം. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ സമയത്ത് ശ്രീദേവിയെ മീനു ഉപദേശിക്കുകയാണ്. ഇതേ ദേവിയെടുത്തി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതേ കുഞ്ഞ് ജനിച്ചിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ആ കുഞ്ഞ് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് മാത്രം കരുതിയാൽ മതി. എത്രയോ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് പോന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. അത് കേട്ടപ്പോ ദേവി പറഞ്ഞു, എനിക്കറിയില്ല, ആനന്ദേണ്ണ ഇത് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. സാരമില്ല, ആനന്ദേണ്ണ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇതേ ദേവിയടുത്തേയും കൂടെ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആനന്ദേണ്ട അവസ്ഥ എന്താവും? ഒന്നും ബോൾഡായിട്ട് ഇരിക്കണ്ടേന്ന് ചോദിച്ചു. എല്ലാ വിഷമങ്ങളും മാറും. ഇനിയിപ്പം അടുത്ത ഒന്നുകൂടെ പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴത്തേനും ഈ സങ്കടം കൂടെ മാറുമെന്ന് പറഞ്ഞു. എന്നാലും അതിന് ദേവിയടുത്തിയുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ, അലോക് പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, എനിക്കതൊന്നും ആനന്ദേട്ടനോട് പറയാൻ പറ്റില്ലല്ലോ. ആനന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, ഒരു കാരണവശാലും അറിയരുത്. അങ്ങനെ ആനന്ദേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടനെയും കൂടെ നമുക്ക് നഷ്ടമാവും. പിന്നെ ആനന്ദേട്ടൻ മാത്രമല്ല, ആകാശും ആരിനും ഒക്കെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും അവര് വെറുതെ ഇരിക്കില്ല. അവരും ഇതിന്റെ പിന്നാലെ പോവും. അലോകിനെ വെറുതെ വിടത്തില്ല.
ദേവമംഗലം തന്നെ ഇല്ലാതാവും, ഒരു കുടുംബം തന്നെ തകർന്നു പോകുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ശരിയാ മീനു, നീ പറഞ്ഞു ശരിയാ. പക്ഷെ എന്റെ അവസ്ഥ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി മിക്കവാറും എനിക്ക് ദേവമംഗലത്തേക്ക് പോലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ ദേവിയെടുത്ത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അത് പിന്നെ കുഞ്ഞില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നേ? ആനന്ദേണ്ണ ഒരു പക്ഷെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ടിരിക്കുക. ദേവിയടുത്തേക്ക് ഒന്നും സംഭവിക്കില്ല. ദേവിയടുത്തി ദേവമംഗലത്തേക്ക് തന്നെ വരും. ആനന്ദേണ്ണുമായിട്ട് ഞങ്ങൾ സംസാരിച്ചാളോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രീദേവി ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുക. പിന്നീട് ഡോക്ടറെ പോയി കാണുന്നുണ്ട് മീനാക്ഷിയൊക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടാവും, പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം, ഒരു കാരണവശാലും മനസ്സ് വേദനിപ്പിച്ചുകൂടാ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെ എന്താന്നൊക്കെ, പിന്നെ ഇടയ്ക്കൊന്ന് ചെക്കപ്പിന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷി ശരി ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവര് വീട്ടിലേക്ക് പോരാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് അനു ചെന്ന് സുകന്യയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ശ്രീദേവിയുടെ കുഞ്ഞു പോയെന്നുള്ള കാര്യം. അത് കേട്ടപ്പം സുകന്യ ഒന്നും ഞെട്ടി. കുഞ്ഞു പോയോ? അതെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എല്ലാരും മിക്കവാറും എന്നെ പഴിക്കും. ഒരു പക്ഷെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ബാക്കി വെച്ചേക്കില്ല, എന്നെ കൊന്നു കളയത്തോളെന്ന് പറഞ്ഞു. ഞാനിവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതെ അനു, നീ ഇപ്പൊ ദൈവത്തെ ഓർത്തൊരു തീരുമാനം എടുക്കരുത്. ഇനിയിപ്പൊ നീയും കൂടെ എങ്ങോട്ടേലും എന്തേലും പോവോ ഇറങ്ങിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും കടുങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ താങ്ങാനുള്ള ശക്തിയൊന്നും ഇവിടെ ആർക്കും ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേങ്കില് അതൊക്കെ കേട്ടിട്ടൊന്നും ഒരു ആശ്വാസം ആവുന്നുണ്ടായിരുന്നില്ല അനുവിന്. താൻ കാരണമുള്ള ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അനു ഇരുന്ന് കരയുവാണ്. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഈ കുടുംബത്തിലുള്ള ബാക്കി ആർക്കും ഈ കാര്യങ്ങൾ അറിയില്ലായിരിക്കും. ബാലേട്ടനും ഗോമതി ചേച്ചിയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. ആനന്ദിനോടൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ കരഞ്ഞ് അവരെയും കൂടെ അറിയിക്കില്ലെന്ന് പറഞ്ഞു. അനു പറഞ്ഞ് അറിഞ്ഞു കാണുമായിരിക്കും. ആര്യൻചേട്ടനും അതുപോലെ തന്നെ ആകാശേണ്ണൊക്കെ അറിഞ്ഞു കാണും. അവരിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെയും വെറുതെ വിടത്തില്ല. എനിക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് അനുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഒടുവില് ശ്രീദേവിയും കൊണ്ട് എല്ലാരും വീട്ടിലേക്ക് വരുന്നുണ്ട്. ആനന്ദാണെങ്കിൽ അപ്പോഴൊരു നിർവികാരത ആയിരുന്നു ആനന്ദിന്റെ മുഖത്ത്. ആനന്ദൊന്നും സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. കാരണം ശ്രീദേവി ആ ദേവമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ആനന്ദിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനി താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് മാത്രം ആനന്ദ് കൂടുതലൊന്നും പറയാനും പോയില്ല. അങ്ങനെ വന്ന് ദേവിയെ താങ്ങി പിടിച്ചോണ്ട് ഗോമതി മീനാക്ഷിയൊക്കെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് സുകന്യ ഓടി ഇറങ്ങി വന്നു. സുകന്യയും കൂടെ ചേർന്ന് പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. ഇതപ്പുറത്ത് നിന്ന് ഇന്ദിരാമ ഈ കാഴ്ച കണ്ടു. ഇന്ദിരാമയ്ക്ക് മനസ്സിലായി എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഈ സമയം ആനന്ദ് കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുക. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, എന്താടാ നീ എന്താ ഇറങ്ങാത്തെ, ഇറങ്ങണില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇറങ്ങാം മാമ, ഇറങ്ങി വാടാന്ന് പറഞ്ഞു. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഒന്ന് ഉഷാറായിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആനന്ദിനെ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് മുറി ചെന്ന് കഴിഞ്ഞിട്ട് ശ്രീദേവിയോട് മീനാക്ഷി പറഞ്ഞു, ദേ ശ്രീദേവി എടുത്ത് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞു. വേണ്ട മീനു, എനിക്കിതൊക്കെ മതി എന്ന് പറഞ്ഞു. അതെ ദേവിയെടുത്ത് ഇത്തിരി സമയം ഒന്ന് വിശ്രമിക്കുക എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, മീനാക്ഷി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്താണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ആനന്ദ് മുറിയുടെ വാതിക്കലേക്ക് വന്നിട്ട് ശ്രീദേവിയെ നോക്കുകയാണ്. ശ്രീദേവി എങ്ങനെയാണ് ബെഡേ ഇരിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. ആനന്ദ് അങ്ങോട്ട് പാഞ്ഞു വന്നു അവളുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാടി ഇവിടെ കയറി ഇരിക്കണമെന്ന് ചോദിച്ചു. ആനന്ദേട്ടാ ഞാനും മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്, മര്യാദയ്ക്ക് പോയിക്കോണം എന്റെ വീട്ടിൽ നിന്ന്, നിന്നെ എനിക്കിവിടെ കാണണ്ട, എന്റെ മുറിയിൽ പോലും കയറിയേക്കരുതെന്ന് പറഞ്ഞു. ആനന്ദേട്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞിട്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ? നിനക്ക് എങ്ങനെ പറയാൻ തോന്നിട്ട് ഇങ്ങനെ? നിന്നെ ഞാനിവിടെ വെച്ച് പുലർത്തണമല്ലേ? ഒരു കാരണവശാലില്ലേടി. ഈ ആനന്ദാരം നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. മര്യാദയ്ക്ക് പോയിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത്, എന്റെ തെറ്റല്ല എന്ന് പറഞ്ഞു. നിന്റെ തെറ്റല്ല പോലും. നീ ഇതിലപ്പുറം പറയും. നീ ആരെ എന്തായതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. നീ ചതി ചെയ്യുന്നവളാ, നീ നിന്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദ് ദേഷ്യപ്പെടുമ്പോ ശ്രീദേവി എടിഞ്ഞ് പൊട്ടിക്കരയുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില്. പക്ഷെ ഈ സമയത്ത് ബാലനും ഗോമതിയൊക്കെ വല്ലാതെ നീറിയാണ് മുറിയിലിരിക്കുന്നത്. കാരണം എപ്പോഴും ഏത് നിമിഷം വേണ്ട സത്യങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തു വന്നിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ല. ബാലനാണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് ഇപ്പൊ കാര്യങ്ങൾ. എപ്പോഴാ ബാലൻ പൊട്ടിത്തെറിക്കുന്നതെന്ന് ബാലന് പോലും അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലതും തകർന്നു പോകുന്നു കരുതിയിട്ട് മാത്രമാണ് ബാലൻ ഇപ്പൊ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.